ചേന്നമംഗലത്ത് നടന്ന കൈനിലയുടെ ചിത്രശില്പകലാ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് സുധീഷ് പല്ലിശ്ശേരി. എൻ്റെ പേര് സുധീഷ് പല്ലിശ്ശേരി എന്നാണ്. വയനാട് സ്വദേശിയാണ്. കാട്ടിക്കുളത്താണ്. പിന്നെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ കുറേ കാലമായിട്ട് പല രീതിയിലും നമ്മളിങ്ങനെ ഇവരുമായിട്ട് സംവദിക്കലും വർത്തമാനം പറയലും വർക്ക് ചെയ്യലും സമരത്തിൽ ഏർപ്പെടുക്കലും അങ്ങനെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇവര് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഇത് വർക്കിനേക്കാൾ ഉപരി ഇവിടെ നടക്കുന്ന സംവാദങ്ങളും ടോക്കുകളും ആർട്ടിസ്റ്റുകളുടെ പൊളിറ്റിക്സും അവരുടെ ആർട്ട് എങ്ങനെയാണ് പൊളിറ്റിക്കലാവുന്നത് എന്നതിനെ പറ്റിയും കലാകാരന്മാരുടെ നിലപാടുകളെ പറ്റിയിട്ടും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പല മേഖലകളിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ചെറിയ സ്പേസിൽ മാത്രമല്ല. അവിടെയാണ് ശരിക്കും ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്നതിൽ കുട്ടികളുണ്ടായിരുന്നു. ഈ പിന്നെ ആർട്ട് പഠിക്കുന്ന കുട്ടികൾ വരുന്നു, ആർട്ടിസ്റ്റുകളുമായിട്ട് സംവദിക്കുന്നു, വർത്തമാനം പറയുന്നു. അവർ വർക്ക് ചെയ്യുന്നു നമ്മുടെ കൂടെ നിന്നിട്ട്. യങ്ങായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴും പറയും കണ്ടംപററി ആർട്ട് അല്ലെങ്കിൽ ഒരു മോഡേൺ ആർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു വേറെ രീതിയും മറ്റൊന്നാണെന്നുള്ളതും അതെങ്ങനെയാണിത് രൂപാന്തരപ്പെടുന്നതെന്നും അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും ഓരോ ചിത്രങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയൊക്കെയാണത് വിഭാവനം ചെയ്യുന്നതെന്നും വർക്കുകളുടെ പ്രോസസ്സ് എന്താണെന്നും ഉള്ളതൊക്കെ മക്കളും കൂടെ കാണുകയാണ്, എല്ലാവരും കൂടെ കാണുകയാണ്. അതാണ് എൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, കൂട്ടായ്മകളിലൂടെയാണ് ഇത് വളരുള്ളൂ. അല്ലാതൊരു വളർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ഉണ്ടാവേണ്ട ഒരു വളർച്ച എന്ന് പറയുന്നത് ചിലപ്പം അക്കാദമിക്കലി നമുക്ക് ഉള്ള ഒരു സ്റ്റഡിയാണുള്ളത് ആർട്ടിനെ പറ്റിയിട്ട്. നമുക്ക് ആർട്ട് പഠിക്കുക അല്ലെങ്കിൽ ചിത്രം വരയുടെ പ്രോസസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എവിടെ ഇല്ലത്, സ്കൂളുകളിലില്ല, പ്ലസ് ടു കഴിഞ്ഞവർക്കറിയില്ല, ഡിഗ്രി കഴിഞ്ഞവർക്കറിയില്ല. അപ്പം ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുകയും താമസിക്കുകയും അവരോട് കൂടി സംവദിക്കുകയും വർത്തമാനം പറയുകയും അവരുടെ പ്രോസസ്സുകൾ മനസ്സിലാക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മിങ്കിൾ ചെയ്തിട്ടുള്ളൊരു ക്യാമ്പാണെന്നാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. വർക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഇമേജാണ്. ചെവി അത് ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇതൊരു എൻ്റെ എക്സിബിഷൻ നടന്നത് അതിൻ്റെ പേരെന്ന് വെച്ചാൽ ലീനതാപം എന്നായിരുന്നു. ലീനതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവും സ്ഥായി അല്ല, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒരു വസ്തുവും കറക്റ്റായിട്ട് നിലനിൽക്കുന്നില്ല. അത് ഒരു പ്രോസസ്സ്. ഇപ്പം നമ്മുടെ ചെറിയ സ്കിന്നിലാണെങ്കിലും DNA-യിലാണെങ്കിലും എല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ടൈം ആൻഡ് സ്പേസിൽ നോക്കുമ്പോഴാണ് ഇതിങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ശരിക്കും റിയലായിട്ട് ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളതാണ് പെയിൻറ്റിങ്ങിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇത് പലതും എൻ്റെ വർക്കുകളെല്ലാം ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. അത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇവോൾവ് ആയി വരുന്നതാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വർക്കിൻ്റെ കൂട്ടത്തിൽ പല പല ഇമേജുകളും അതിൻ്റെ കൂടെ ആഡായി വരുന്നതാണ്. അതൊരു പ്രോസസ്സാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മാറി നിന്ന് നോക്കണം. ചിത്രകാരൻ വീണ്ടും മാറി നിന്നിട്ട് ചിത്രം നോക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള ഇമേജുകളുടെ ഇതാണ് എൻ്റെ മനസ്സിൽ വരാറ്. ഇങ്ങനെ ആ ഒരു എന്താ പറയുക,
അത്തരത്തിലുള്ള പിന്നെ പലതും ഒന്നിൽ നിന്ന് മാറിയിട്ട് ഒരു ഒരു വസ്തു മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെടുന്നത്, ഒരു വസ്തു മറ്റൊന്നായിട്ട് മാറ്റപ്പെടുന്നത്, ഒന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത്, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.